ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് പെരുന്നാളിൻ്റെ 2ാം ദിവസത്തെ വിശേഷങ്ങളാണ്. ഇന്ന് ഞാൻ വിരുന്ന് പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കാണുന്നതിനോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ ഞങ്ങളിപ്പോൾ ഒരു 11 മണിയായപ്പോൾ വീട്ടിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്. പിന്നെ നേരത്തെ ഇറങ്ങണം എന്ന് കരുതിയതാണ്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഉമ്മ വീട്ടിലാണുള്ളത്. അപ്പോൾ ഉമ്മാനെ വീട്ടിലാക്കിയിട്ടാണ് പോകുന്നത്. അതുകൊണ്ട് ഞങ്ങൾ ലേറ്റായിട്ട് ഇറങ്ങിയതാണ്. ഒരു 10 മണിയാകുമ്പോഴേക്കൊക്കെ ഞങ്ങൾ ഇറങ്ങാമെന്നുള്ളൊരു പ്ലാനിലായിരുന്നു. പിന്നെ ഉമ്മാനെ കൊണ്ടുപോകാനായിട്ട് പറ്റില്ല, കാരണം ഞങ്ങൾക്ക് 2 വീലറേ ഉള്ളൂ. അപ്പോൾ ഞാനും മുജിക്കയും അതുപോലെ തനിമോളും റൈമോളും പോകുന്നത്. പിന്നെ ഉമ്മാനെ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ പോകുമ്പോഴും വരുമ്പോഴും വണ്ടി വിളിച്ചിട്ട് തന്നെ പോകണം. അപ്പോൾ എന്തായാലും ഒരുപാട് ചിലവാകും. അപ്പോൾ പിന്നെ ഒരു ദിവസം നിൽക്കുമ്പോൾ പോകാമെന്ന് കരുതി. അങ്ങനെ ഇപ്പോൾ ഞങ്ങൾ കോങ്ങാട് എത്തിയ സമയത്ത് കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങാനായിട്ട് കടയിലോട്ട് കയറിയതാണ്. അപ്പോൾ ഞങ്ങൾ എന്തെങ്കിലും ചോക്ലേറ്റ്സ് എന്തെങ്കിലും വാങ്ങാമെന്ന് കരുതിയത്. അപ്പോൾ മുജുക്ക ചോക്ലേറ്റ്സിനെക്കാളും നല്ലത് ഫ്രൂട്ട്സ് എന്തെങ്കിലും വാങ്ങുന്നതല്ലേ എന്ന് കരുതിയിട്ട് അപ്പോൾ ഫ്രൂട്ട്സ് വാങ്ങാനായിട്ട് കയറിയതാണ്. പിന്നെ നല്ല തിരക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് കുറച്ച് നേരം മുജുക്ക പോസ്റ്റായി അവിടെ നിന്നു. അതിന് ശേഷമാണ് പിന്നെ വാങ്ങിയത്. അതിനുശേഷം ഞങ്ങളിതാ ഫ്രൂട്ട്സൊക്കെ വാങ്ങി അപ്പോൾ വണ്ടിയിലോട്ട് വെച്ച് പിന്നെ ഞങ്ങൾ തിരിച്ച് ഇനിയിപ്പോൾ വീട്ടിലോട്ട് പോവുകയാണ്. എൻ്റെ വീട്ടിലോട്ട് പോവുകയാണ്. അങ്ങനെ ഫ്രൂട്ട്സൊക്കെ വാങ്ങി ഞങ്ങളിതാ അവിടെ നിന്നും പുറപ്പെട്ടു കേട്ടോ. അപ്പോൾ കോങ്ങാട് എത്തിയിട്ടുണ്ടായിരുന്നു. കോങ്ങാട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും. പിന്നെ അതിനിടയ്ക്ക് തനിമോള് വണ്ടിയിലിരുന്ന് എന്തൊക്കെയോ പറയുന്നുണ്ട്. അവളുടെ മൂഡ് ശരിയല്ല കേട്ടോ എന്തായാലും. പിന്നെ വീടെത്തിയിട്ടും അവൾ അതന്നെയായിരുന്നു പതിവ്. പിന്നെ തിരിച്ചു വരുന്ന സമയത്ത് അവൾ ഉറങ്ങായിരുന്നു കേട്ടോ. അങ്ങനെ ഇപ്പോൾ ഞങ്ങൾ ഏകദേശം എത്താനായിട്ടുണ്ട് വീട്ടിലോട്ട്. അങ്ങനെ ഇപ്പോൾ ഞങ്ങൾ വീടെത്തിയിട്ടുണ്ട്. അപ്പോൾ റൈമോളുടെ കയ്യിൽ കവറിൽ കുറച്ച് തുണികളാണ് കേട്ടോ. അത് ഫാസില പറഞ്ഞതുകൊണ്ട് അവളുടെ ഡ്രസ്സ് വീട്ടിലുണ്ടായിരുന്നു, അതെടുത്തതാണ്. പിന്നെ വേറൊന്നും ഞങ്ങൾ കാര്യമായിട്ടൊന്നും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങി. പിന്നെ വീട്ടിലെത്തിയപ്പോൾ താത്തയും അതുപോലെ അവരുടെ താത്താൻ്റെ 2 മക്കളും ഉണ്ടായിരുന്നു. അവർ 2 ദിവസമല്ല, പെരുന്നാളുടെ അന്നത്തെ ദിവസം അവർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വീട്ടിലോട്ട് കയറി ഉമ്മ തനിമോൾക്ക് വെള്ളം കൊടുത്തതാണ്. അപ്പോൾ ഞങ്ങൾ വെള്ളമൊക്കെ കുടിച്ച് മുതുക്ക പിന്നെ റൂമിൽ പോയി ഫാനിട്ട് കടന്നു കേട്ടോ. ഭയങ്കര ചൂടാണ്. അപ്പോൾ റൈമോള് നിന്ന് വെള്ളം കുടിക്കുന്നുണ്ട്. പിന്നെ അവിടെ നല്ല കുക്കിങ്ങിലായിരുന്നു ഞങ്ങൾ വരുന്നു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഉമ്മ മന്തി ഉണ്ടാക്കാനുള്ള പുറപ്പാടിലായിരുന്നു. മന്തി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിനുള്ള ബീഫൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ റൈമോള് വന്നതും ഊഞ്ഞാൽ കണ്ടപ്പോൾ അതിൽ കയറിയിരുന്ന ആടാണ് കേട്ടോ. ഉമ്മ അവിടെ ചോറ് ഊറ്റുന്ന തിരക്കിലാണ്. അപ്പോൾ ആദ്യം ഞാൻ ചോറ് കണ്ടപ്പോൾ വെറും ചോറാണെന്ന് കരുതി. പിന്നെയാണ് ഊറ്റിയിട്ട് വെക്കില്ലേ, ആ ടൈപ്പിലാണ് മന്തി വെക്കുന്നത്. താത്താൻ്റെ സ്പെഷ്യലാണ് കേട്ടോ, അവളാണ് വെക്കുന്നത്. ആദ്യം ബീഫ് മന്തി മുജുക്ക വെറുതെ തമാശയ്ക്ക് പറഞ്ഞതാണ് ബീഫ് മന്തി ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ എന്തായാലും ബീഫ് മന്തി ഉണ്ടാക്കി. താത്ത ഉണ്ടാക്കുമെന്ന് കരുതിയതല്ല, അവളും 2ാം പെരുന്നാൾക്ക് വരാം എന്നുള്ള പ്ലാനിലായിരുന്നു. പിന്നെ ഫാസില വെക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താവും എന്നൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. പിന്നെ താത്ത വന്നതുകൊണ്ട് അവളാണ് കേട്ടോ ഇന്നത്തെ ഫുഡൊക്കെ ഉണ്ടാക്കിയത്. അപ്പോൾ അവസാനമായിട്ട് ഒന്ന് സ്മോക്ക് ചെയ്യാനായിട്ട് ഇത്തിരി കനൽ ഇട്ടിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് എണ്ണ കൂടി ഒഴിച്ചിട്ടൊന്ന് സ്മോക്ക് ചെയ്യാനായിട്ട് വെക്കുകയാണ്. അങ്ങനെ അവിടെ ആക്കി വെച്ചു. അപ്പോഴാണ് ഇവിടെ കൊയ്യാക്ക വലിക്കുന്നത്. റാസിക്ക് നല്ല കൊയ്യാക്ക വലിക്കുന്ന തിരക്കിലാണ്. അപ്പം ഞാൻ നല്ലതുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവന് അത് പറിക്കാനായിട്ട് തോട്ടിയെടുത്തിട്ട് പോയതാണ്. അപ്പോൾ മൊത്തത്തിലത് ബാത്റൂമിൻ്റെ മുകളിലോട്ടാണ് കേട്ടോ ചാരി നിൽക്കുന്നത്. പിന്നെ ഇവിടെ റംബുട്ടാൻ കായ്ച്ച് നിൽക്കുന്നുണ്ട്. ഇത് കുറേ കാലമായിട്ടോ റംബുട്ടാൻ. ഇത് സ്കൂളിൽ നിന്ന് കിട്ടിയതല്ല, ഏളാമ കൊണ്ടുവന്ന റംബുട്ടാനാണ് ഉമ്മാൻ്റെ അനിയത്തി. കുറേ കാലമായി പൂക്കാതെ നിൽക്കുന്നത്. ഇപ്പം എന്തായാലും പൂത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താവും എന്നറിയില്ല. പിന്നെ മൊത്തത്തിൽ കൊയ്യാക്ക ബാത്റൂമിൻ്റെ മുകളിലോട്ട് ചാരി നിൽക്കുകയാണ്. പിന്നെ സീതപ്പഴം ഉണ്ട്, അതിൽ കായൊന്നും ആയിട്ടില്ല. പിന്നെ ഇതെപ്പോഴും എന്താണെന്നറിയില്ല, കായ് കറക്റ്റായിട്ട് വരുന്നത് മൊത്തത്തിൽ കറുത്ത് പോവുകയാണ്. അതിൻ്റെ ഇടയിൽ ഒരു കൊയ്യൊക്കെ ഇങ്ങോട്ട് വീണിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ എടുത്തതാണ് കേട്ടോ. അവന് വലിക്കുന്ന സമയത്ത് അതിൽ അരിവാൾ തട്ടിയപ്പോൾ ഒന്ന് ചെത്തിപ്പോയിട്ടുണ്ട്. പിന്നെ ഇത് നന്നായി തന്നെ പൂത്ത് നിൽക്കുന്നുണ്ട് സീതപ്പഴം. അപ്പോൾ അതിൽ ഒന്നിവിടെ കായായി നിൽക്കുന്നുണ്ട്. അത് വളരുന്നേ ഉള്ളൂ, ആവുന്നേ ഉള്ളൂ.
പിന്നെ ഞാനൊരു സംഭവം കാണിച്ചു തരാം. പിന്നെ ഇവിടെ റാസിക്ക് ആക്കി വെച്ചിട്ടില്ല മീനാണ് കേട്ടോ. ഇത് ഗപ്പി മീനുകളില്ലേ, അതാണ് ആ വട്ടയിൽ കാണുന്നത്. പിന്നെ ഇരുമ്പമ്പുളി നന്നായി തന്നെ കാച്ചു നിൽക്കുന്നുണ്ട്. മരം മൊത്തത്തിൽ ഇരുമ്പമ്പുളിയാണ് കേട്ടോ. ചെറിയൊരു മരമാണെന്നുണ്ടെങ്കിലും ഇതിൽ നിറച്ചുണ്ട്. ഇതിന് ഇരുമ്പമ്പുളി അതുപോലെ ഊർക്കാപ്പുളി എന്നൊക്കെ പറയും. നമ്മൾ ഇരുമ്പമ്പുളി എന്നാണ് പറയൽ. ഇത് പിന്നെ ഞാനധികം കഴിക്കാറില്ല കേട്ടോ. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ താത്താൻ്റെ മക്കളും എൻ്റെ മക്കളാണെന്ന് വെച്ചാലും ശരി ഇതുമ്പൊക്കെയാണ് കണ്ണ്. ഇപ്പോൾ വന്നതും ഹാദി കണ്ടതും തന്നെ പറയുന്നുണ്ട്, നിറയെ കായ്ച്ചിട്ടുണ്ടല്ലോ എന്ന്. അവന് കൂടെ ഒന്ന് പറിച്ചിട്ടുണ്ട്, ഒപ്പം നടന്ന് തിന്നുന്നുണ്ട്. കൊയ്യാക്കയുണ്ട് കയ്യിൽ, ഒരു കയ്യിൽ കൊയ്യാക്കയും ഉണ്ട്. അങ്ങനെ അതിൻ്റെ കൂടെ തന്നെ ഇവിടെ ഈ ഒരു മരം എന്താണെന്നറിയോ, ഇത് പ്ലമ്മാണെന്നാണ് കേട്ടോ പറയുന്നത്. പിന്നെ ഇവിടെ നല്ല കാനലാണ്, അത് കാരണം കൊണ്ടാണ് ഇത് നേരെ ആവാത്തത്. കാരണം കൊയ്യാക്ക മരം, അതിൻ്റെ കൂടെ സീതപ്പഴം, ഇരുമ്പുംപുളി എല്ലാം ഉള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ ഇടയിലാണ് ഇത് നിൽക്കുന്നത്. അതുകൊണ്ട് അത് കഴിച്ചിട്ടില്ല കേട്ടോ, ആയിട്ടില്ല. പിന്നെ കൊയ്യാക്ക ഞാൻ എല്ലാം തന്നെ പറിച്ച് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിൽ ഓരോന്നായിട്ട് പോകുന്നുണ്ട് കേട്ടോ. ഇത് ഞാൻ കൊണ്ടുപോകാനായിട്ട് വലിച്ചു വെച്ചതാണ്. പിന്നെ ഈ കൊയ്യാക്കയുടെ പ്രത്യേകത എന്താണെന്നറിയോ, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴൊന്നും ഇത്രയും വലുതായിട്ടുണ്ടായിരുന്നില്ല. എല്ലാം തന്നെ ഉള്ളിൽ പുഴുവായി പോക്കായിരുന്നു പതിവ്. ഇതിപ്പോൾ നന്നായിട്ട് അത്യാവശ്യം വലുപ്പമായിട്ടുണ്ട്. ഇതാണ്ടോ, ഇതിൽ 2 തരത്തിലുള്ള കൊയ്യാക്കയാണുള്ളത്, ചുവപ്പും അതുപോലെ പച്ചയും. ഇത് പച്ചയല്ല, വെള്ളയും. ഇത് രണ്ടുമാണ് ഇതിലുള്ളത്. ഒരു മരത്തിലാണ് ഈ 2 കൊയ്യാക്കയും കായ്ക്കുന്നത് കേട്ടോ. അതാണ് ഇതിൻ്റെ പ്രത്യേകത. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കിച്ചണിലോട്ട് വന്നപ്പോൾ ഫാസില നല്ല പണിയിലാണ്, ചില്ലി പൊരിക്കുന്ന തിരക്കിലാണ്. അത് കഴിഞ്ഞിട്ട് ബീഫായിട്ടുണ്ട്. അപ്പോഴേക്കും ബീഫ് മന്തിയൊക്കെ ഒന്ന് സെർവ് ചെയ്യുകയാണ്. അപ്പോൾ ആദ്യം അതിൻ്റെ മുകളിൽ നിന്ന് ബീഫൊക്കെ ഒന്ന് കറക്റ്റായി ഒന്ന് എടുത്തതിന് ശേഷം റൈസൊക്കെ ഒന്ന് മിക്സാക്കി എടുക്കുകയാണ്. എന്തായാലും ബീഫ് മന്തി നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു, മുൽക്കാക്കും നന്നായി ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഇപ്പോൾ അതിൽ നിന്ന് ബീഫൊക്കെ മാറ്റിയെടുത്തു, റൈസൊക്കെ ഒന്ന് മിക്സാക്കി എടുക്കുകയാണ്. പിന്നെ ആദ്യമൊക്കെ ഞാൻ ഇതുപോലെ ഇങ്ങനെ ചോറ് ഇതുപോലെ വെറും ചോറ് വെക്കുന്ന ആ ഒരു രീതിയിൽ ചോറ് ഊറ്റിയിട്ട് വെക്കുമ്പോൾ എനിക്ക് വലിയ ടേസ്റ്റ് തോന്നിയിരുന്നില്ല. എന്തായാലും ഇത് നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എന്തായാലും ഇതിൻ്റെ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ ഞാൻ താത്താനോട് ചോദിച്ചിട്ട് ഞാൻ എന്തായാലും ഇടുന്നതായിരിക്കും പിന്നീട് ഒരു ദിവസം. അങ്ങനെ ബീഫ് മന്തിയൊക്കെ ഒന്ന് സെർവ് ചെയ്തിട്ട് കഴിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ കഴിക്കുന്ന സമയം എന്ന് പറയുന്നത് ഒരു 2 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. എന്തായാലും 1 മണിയാകുമ്പോഴത്തേനും ആയിട്ടുണ്ടായിരുന്നു, ഫുഡൊക്കെ ആയിട്ടുണ്ടായിരുന്നു. എങ്കിലും ഞങ്ങൾ അങ്ങനെ ഓരോന്നും പറഞ്ഞ് സംസാരിച്ചൊക്കെ ഇരുന്ന് ആകുമ്പോഴേക്കും സമയം ഒരു 2 മണിയായി. പിന്നെ ഞങ്ങൾ പുട്ടാണ് വീട്ടിൽ നിന്ന് കഴിച്ചിട്ട് പോയത്, അതുകൊണ്ട് വിശപ്പും അത്രയ്ക്ക് ഉണ്ടായിരുന്നില്ല. പിന്നെ കുറേ വെള്ളം കുടിച്ച് കയറ്റിയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് വിശപ്പൊക്കെ കുറവായിരുന്നു. പിന്നെ 2 മണിയായപ്പോൾ ഞങ്ങളിതാ കഴിക്കാനായിട്ടിരുന്നു. ആദ്യം ഞാനും മുജിക്കയും റാസിക്കുമാണ് കഴിക്കാനായിട്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ വാപ്പ അവിടെ ഇരുന്നിട്ട് നല്ല പണിയിലാണ് കേട്ടോ. വാപ്പ മെല്ലെ കഴിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഇരിക്കുകയാണ്. വാപ്പ ചവിട്ടി ഉണ്ടാക്കുന്ന തിരക്കിലാണ്. ഉമ്മ ഇങ്ങനെ വേസ്റ്റ് തുണിയൊക്കെ എടുത്ത് വെച്ചിട്ട് അത് വെച്ചിട്ട് ചവിട്ടി ഉണ്ടാക്കലുണ്ട്. അപ്പോൾ അതിനുള്ള ഒരു സംഭവമൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലെപ്പോഴും ഇങ്ങനെ ഒഴിവുള്ള സമയത്തൊക്കെ വാപ്പിരുന്ന് ആക്കലാണ് കേട്ടോ പതിവ്. അപ്പോൾ കുട്ടികളൊക്കെ ഇവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട്. അപ്പോൾ തനിമോൾക്ക് വാരി കൊടുക്കാനായിട്ട് നിന്നില്ല, കുട്ടികളുടെ കൂടെ അവൾ അങ്ങനെ ഇരുന്ന് കഴിച്ചോളും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് എനിക്കുള്ളത് എടുക്കുകയാണ്. ഞാൻ കുറച്ച് അത്യാവശ്യം കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം എൻ്റെ ഡയറ്റൊക്കെ ഞാൻ മറന്നുപോയി എന്ന് തന്നെ പറയാം. പിന്നെ ഞാൻ കഴിക്കുന്ന സമയത്ത് ക്യാമറാമാൻ ഉമ്മയാണ് കേട്ടോ. ഉമ്മാനോട് പിടിക്കാൻ പറഞ്ഞതാണ്. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറേ തിരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എങ്ങനെയൊക്കെയോ ഉമ്മ ഒപ്പിച്ച് വെച്ചിട്ടുണ്ട് എന്തായാലും. അങ്ങനെ ഞാനൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഇവരെല്ലാവരും കൂടിയിരുന്നു. അപ്പോൾ താത്തയും അതുപോലെ വാപ്പയും ഉമ്മയും എല്ലാവരും കഴിക്കാനായിട്ട് ഇരുന്നിട്ടുണ്ട്. പിന്നെ എല്ലാവർക്കും ഒപ്പം ഇരിക്കാനുള്ള സ്പേസ് ഇല്ല, അതുകൊണ്ടാണ് 2 ട്രിപ്പായിട്ട് ഇരുന്നത്. പിന്നെ സമയം ഇപ്പോഴേക്കും 3 മണിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളുടെ കഴിക്കലൊക്കെ കഴിഞ്ഞ് അവരിയ്ക്കുമ്പോഴേക്കും 3 മണിയായിട്ടുണ്ടായിരുന്നു. എന്തായാലും എല്ലാവരും കൂടുമ്പോൾ എപ്പോഴും ഫുഡ് കഴിക്കാനായിട്ട് എപ്പോഴും എത്ര നേരത്തെ ആയാലും വൈകാറുണ്ട്. അങ്ങനെ ഞങ്ങളിപ്പോൾ ഒരു 4:30 ആയപ്പോൾ അവിടെ നിന്ന് പുറപ്പെടുകയാണ്. അപ്പോൾ എല്ലാവരോടും ടാറ്റയൊക്കെ പറഞ്ഞ് എല്ലാവരോടും യാത്ര പറഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. നിൽക്കാനായിട്ട് വരണം എന്നൊക്കെ ഉണ്ടായിരുന്നു.
റൈമോൾക്ക് സ്കൂൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. എന്തായാലും നാളെ മുതൽക്ക് സ്കൂൾ സ്റ്റാർട്ട് ചെയ്യുന്നത് കൊണ്ട് എന്തായാലും ഞങ്ങൾക്ക് നിൽക്കാനായിട്ട് പറ്റില്ല. അത് കഴിഞ്ഞിട്ടൊരു 10 days ഉണ്ടാവും സ്കൂൾ. അത് കഴിഞ്ഞിട്ടേ അടയ്ക്കുള്ളൂ. അപ്പോഴേ എന്തായാലും നിൽക്കാനായിട്ട് വരാനായിട്ട് പറ്റുള്ളൂ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് വീട്ടിലോട്ട് പുറപ്പെടുകയാണ്. എന്തായാലും ഞങ്ങളെല്ലാവരും ഹാപ്പിയായി എൻജോയ് ചെയ്തിട്ടാണ് ഞങ്ങൾ തിരിച്ചു പോകുന്നത്. പിന്നെ ഞങ്ങൾ പോകുന്ന പകുതി എത്തിയപ്പോഴേക്കും റൈമോളും തനിമോളും നല്ല ഉറക്കമായിരുന്നു കേട്ടോ. റൈമോൾ ഫ്രണ്ട് സീറ്റിൽ ഇരുന്നിട്ടാണ് ഉറങ്ങുന്നത്. പേടിയുണ്ടായിരുന്നു. പിന്നെ എങ്ങനെയോ ഉണർത്തി വിട്ടിട്ടുണ്ടായിരുന്നു അവളെ. അത് കഴിഞ്ഞ് ഞങ്ങളിതാ തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയുള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണ് നിങ്ങളെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.